സ്വവർഗരീതിയുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകൾ നടക്കുന്ന സമയത്ത് പറഞ്ഞു, അവരെ വിധിക്കാൻ നാം ആര് എന്നാണ് ചോദിക്കുന്നത്. അവരെ വിധിക്കാൻ ഹൂം ആം ഐ ടു ജഡ്ജ് ദം എന്നാണ് ചോദിക്കുന്നത് മാർപ്പാപ്പയാണെന്നേ. സ്വവർഗരീതി മാരക പാപമായിട്ടാണ് കണക്കാക്കപ്പെട്ടിരുന്നത്. ആ മാരക പാപത്തിൻ്റെ പട്ടികയിൽ നിന്ന് എടുത്തു മാറ്റി. മാത്രമോ, സ്വവർഗാനുരാഗികളായ മനുഷ്യരെ അദ്ദേഹം ചേർത്തു പിടിച്ചു. എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ ദൈവമക്കളാണ് എന്ന് പറഞ്ഞതാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മഹത്വം എന്ന് പറയുന്നത്. അവിടെയും തീർന്നില്ല. ഈ പൗരോഹിത്യത്തിനെതിരെ ബാലപീഡകരായിട്ടുള്ള ഒരു മൈനോറിറ്റി, ന്യൂനപക്ഷം പുരോഹിതന്മാർക്കെതിരെ അദ്ദേഹം വിരൽ ചൂണ്ടി പറഞ്ഞെന്താണെന്നറിയുമോ? നിങ്ങൾ പൗരോഹിത്യത്തിൻ്റെ എല്ലാ പ്രിവിലേജുകളും ആടയാഭരണങ്ങളും ഇവിടെ അഴിച്ചു വയ്ക്കണം. എന്നിട്ട് നിങ്ങൾ അതാതു രാജ്യത്തെ നിയമത്തിൻ്റെ പരിധിയിൽ പോയി നിങ്ങൾ വിചാരണ നേരിടണം എന്ന് പറഞ്ഞു. വെറുതെയല്ല, 19 പുരോഹിതന്മാരെ രാജ്യത്തിലെ വിവിധ ഇടങ്ങളിലേക്ക്, പല ബിഷപ്പുമാരെയും അദ്ദേഹം അതാതു രാജ്യങ്ങളിലെ നിയമങ്ങൾക്ക് വേണ്ടിയിട്ട് വിട്ടുകൊടുത്തു. ഈ മാർപ്പാപ്പ എന്നുള്ളതാണ്. അവിടം കൊണ്ടും തീരുന്നില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക സിദ്ധാന്തം നമ്മളെ ഞെട്ടിച്ചില്ലേ? അദ്ദേഹം പറയുന്നുണ്ട്, ദാരിദ്ര്യത്തിൻ്റെ പതാക യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ സ്വന്തമാക്കിയിരിക്കുന്നു, നമ്മളുടെ പതാകയായിരുന്നു അത് എന്ന് പറയുന്നു. കമ്മ്യൂണിസ്റ്റുകളോട് വിയോജിച്ചുകൊണ്ടല്ല പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് എന്താ? 80-20 എന്നുള്ള അക്കാലത്ത് നിറഞ്ഞു നിൽക്കുന്ന വലിയ സാമ്പത്തികവാദമുണ്ടല്ലോ. 20% കയ്യിൽ ലോകത്തിൻ്റെ മുഴുവൻ സ്വത്തുക്കളും കുമിഞ്ഞുകൂടി നിൽക്കുമ്പോൾ 80% പട്ടിണിയിലാക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി അദ്ദേഹം വാദിച്ചു. സിംബോളിക്കായിട്ട് അദ്ദേഹം ട്രിക്കിൾ ഡൗൺ തിയറി എന്ന് പറയുന്ന ലിബറൽ തിയറിയെ വിമർശിക്കുന്നുണ്ട്. എങ്ങനെയാണ് മുതലാളിത്തം ചൂഷണം ചെയ്യുന്നത് എന്ന് അദ്ദേഹം മനോഹരമായ ഒരു ഫ്രേസിലൂടെയാണ് പറയുന്നത്.